വലിയ തോതിൽ ഇടപെടുന്നതായി കാണുന്നു. എവിടെ എത്തുന്നു? നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നത് നാം കാണുകയാണ്. ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുന്നത്. തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യും. തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യുന്നവർക്കെതിരെ എന്ത് നടപടിയും തങ്ങൾ സ്വീകരിക്കും. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നതും നമുക്ക് കാണാനായി. അതാണ് ഇലക്ടറൽ ബോണ്ട് എന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലൂടെ ദൃശ്യമായത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എക്സാലോജിക് CMRL ഇടപാടിലെ ED അന്വേഷണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ വിഷയമാകുന്നു. കേന്ദ്ര ഏജൻസികളെ വെച്ച് പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുവെന്ന പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹി മുഖ്യമന്ത്രിയുടെ അനുഭവമാണ് പിണറായി വിജയൻ യോഗങ്ങളിൽ എടുത്തു പറയുന്നത്. കേജ്രിവാളിന്റെ അനുഭവം മുന്നറിയിപ്പാണെന്നും കേരളത്തിലേക്കും EDയുടെ കൈകൾ എത്തുമെന്നും BJP. ഒന്നും സംഭവിക്കില്ല, CPM BJP ഡീൽ ഇല്ലെന്ന് കാട്ടാനുള്ള അടവെന്ന് UDF. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRLും തമ്മിലുള്ള ഇടപാടിനും അപ്പുറം കരിമണൽ ഖനനത്തിന്റെ പിന്നിലെ കറുത്ത കൈകളും പണമിടപാടും EDയുടെ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ ED? പ്രൈം ഡിബേറ്റിൽ BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, CPM സഹയാത്രികൻ പ്രൊഫസർ B ജയരാജ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോഴത്തെ ചോദ്യം മുഴുവൻ ഇങ്ങനെയാണ്: ഇവിടെ ഒരു ഡീല് നടക്കുന്നില്ല CPMും BJPയും തമ്മിൽ എന്ന് തെളിയിക്കുവാനായിട്ടാണ് ED ഇപ്പോൾ ഇങ്ങനെ ഒരു ECIR, അതായത് FIRന് സമാനമായി ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന്. ഈ ആരോപണം സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് മുഴുവനും ഉണ്ടാകും UDFന്റെ ഭാഗത്ത് നിന്ന്. അതേസമയത്ത് CPMും LDFും പറയാൻ പോകുന്നത് ഈ ഡൽഹിയിലെ പോലെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഒരു പതിവ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നായിരിക്കും സ്വാഭാവികമായിട്ടും. അതുതന്നെയാണ് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രചാരണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലത്തെ യോഗത്തിലും പറഞ്ഞു, ഇന്നത്തെ യോഗത്തിലും അദ്ദേഹം ഇത് തന്നെയാണ് ഊതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് BJP മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ തെളിയിക്കേണ്ടതുണ്ട്. തെളിവുകൾ ഇത്രത്തോളം പുറത്തു വന്നപ്പോൾ കേന്ദ്ര ഏജൻസികൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അന്വേഷണം കൊണ്ടു ചെന്നെത്തിക്കുമെന്ന്. മഞ്ജുഷ, ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFന്റെ ആരോപണമാണല്ലോ പ്രധാനമായിട്ട്. ഇതൊരു ഡീലാണ്, ഒത്തുകളിയാണ് എന്നൊക്കെ ഉള്ള നിലയിൽ ഈ UDFന്റെയും കോൺഗ്രസിൻ്റെ ആരോപണങ്ങളെ ആരാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്? ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആദ്യമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ആരാണ്? കോൺഗ്രസ്സാണ്. ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. 2022 ജൂൺ മാസം 3-ാം തീയതി അവിടുത്തെ കമ്മീഷണർക്ക് പരാതി അയക്കുന്നത് ഇവിടെ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നും അരവിന്ദ് കെജ്രിവാളും ശിരോമണി അകാലിദളിൻ്റെ ചില നേതാക്കളുമായിട്ട് ചേർന്നിട്ട് വലിയ കാർട്ടൽസ് രൂപീകരിക്കുകയും അവർ അതിനനുസരിച്ച് മദ്യനയം മാറ്റി എഴുതുകയും ചെയ്യുന്നുണ്ടെന്ന് ഏറ്റവും ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിൻ്റെ സംരക്ഷകരായിട്ടാണ് നിൽക്കുന്നത്. 2-3 മാസങ്ങൾക്ക് മുൻപ് തെലങ്കാനയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന മുഖ്യമന്ത്രി തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു. ഈ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വരുന്നത് വരെയും രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ തെലങ്കാനയിലെ പ്രധാനപ്പെട്ട അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻസിൽ ഒന്നെന്ന് പറയുന്നത് BRSന്റെ മുഖ്യമന്ത്രിയായ ചന്ദ്രശേഖർ റാവുവും അദ്ദേഹത്തിൻ്റെ മകൾ കവിതയും ഉൾപ്പെടുന്ന അഴിമതികളായിരുന്നു. ആ അഴിമതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ ഉന്നയിച്ചിരുന്നത് ഡൽഹി മദ്യ നയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
തിരിമറികൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മുഖ്യമന്ത്രിയും മകളും നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ ഇവർ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും ആയിരുന്നു ഇവർ തെലങ്കാനയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടന്നിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ആ വിഷയത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? തെലങ്കാനയിൽ ഇവർ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഡൽഹിയിലെ മദ്യനയം രൂപീകരിക്കുന്നതിൽ കാശ് കൊടുത്ത് കവിത സ്വാധീനിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. അപ്പോൾ ഡൽഹിയിലെ മദ്യനയത്തിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് യാതൊരു സംശയവുമില്ല. ഡൽഹിയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഡൽഹി മദ്യനയം രൂപീകരിക്കുന്ന കാലത്തും അതിനുശേഷം പിന്നീട് അങ്ങോട്ടും യാതൊരു സംശയവുമില്ല. അപ്പോൾ അന്ന് അവർക്കൊരു നയം, ഈ ഇടക്കാലം വരെ അവർക്കൊരു നയം, ഡൽഹിയിൽ കേജ്രിവാൾ എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലൊരു 3 സീറ്റ് മത്സരിക്കാൻ ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളുടെ നിലപാട് മാറി. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ വന്നിട്ട് ഇവിടെ ഡീലാണ് മറ്റെന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ അങ്ങനെ ഇടപാട് നടന്നിട്ടുണ്ട് എന്നും അതിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നും സേവനം നൽകാതെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളും കമ്പനിയും പണം വാങ്ങിയിട്ടുണ്ട് എന്നും കോൺഗ്രസിന്റെയും നിലപാടാണ്. അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതെ, അതിപ്പോഴത്തെ നിലപാടല്ലേ. നാളെ ഒരു സമയത്ത് ഈ നിലപാട് മാറി മറ്റെന്തെങ്കിലും ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ നിലപാടുകളെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ചില സഖ്യങ്ങൾ രൂപപ്പെടുന്നതിനനുസരിച്ചിട്ട് അവരുടെയും ഈ വിഷയങ്ങളിലെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്ന നിലപാട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ BJP CPM-ഉമായിട്ട് ഡീലുണ്ടോ ഡീലില്ലയോ അത് കോൺഗ്രസിനെ ബോധിപ്പിക്കേണ്ട വിഷയമേ അല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായിട്ടൊരു നിലപാടില്ലെന്നേ. അവർ രാഷ്ട്രീയമായി ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാൻ ഇറങ്ങി പുറപ്പെട്ടൊരു പ്രസ്ഥാനമാണ് ദേശീയ തലത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. തലയ്ക്ക് സ്ഥിരതയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇവർക്ക് സ്വീകരിക്കാൻ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ അസ്ഥിരമാക്കി ആം ആദ്മി പാർട്ടി ഇവർ ഒരു പരിധിവരെ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. കൃത്യമായിട്ട് കേജ്രിവാൾ അഴിമതിക്കാരനാണെന്നും കേജ്രിവാളിന്റെ അഴിമതി തുറന്നു കാണിക്കണമെന്നും പറഞ്ഞ് വലിയ സമരങ്ങളിലേക്ക് പോയിരുന്ന കോൺഗ്രസ് കേവലം 3 സീറ്റിന് വേണ്ടിയിട്ട് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ പണയം വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് ഇവിടെ കേരളത്തിൽ അന്വേഷണം കൃത്യമായിട്ട് ED നടത്തും, അത് ഒരു ഡീലിന്റെയും അടിസ്ഥാനത്തിലല്ല. ഞാൻ അതിലേക്ക് വരാം മഞ്ജുഷ. ഞാൻ പറഞ്ഞത് താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യം, UDF ഇങ്ങനെ ഒരു ഡീൽ ആരോപിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ UDF ഡീൽ ആരോപിച്ചാലും ആരോപിച്ചില്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രസക്തമല്ല എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് യാതൊരു സേവനങ്ങളും കൊടുക്കാതെ 1.72 കോടി രൂപ CMRL എന്ന് പറയുന്ന കമ്പനി അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അത്തരത്തിൽ സുവ്യക്തമായിട്ടാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ടാണ് അതിൻ്റെ ഡേറ്റകൾ പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സേവനവും നൽകാതെ ബാങ്ക് ത്രൂ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കണം? അത് തീർച്ചയായിട്ടും കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ആ കള്ളപ്പണം അത് ഓക്കെ, ഒരു സേവനവും നൽകാതെ എന്നല്ല, ഉഡായിപ്പായിട്ട് കുറേ സേവനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഓക്കെ ഇപ്പം അവർ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഞാൻ നിങ്ങൾക്ക് സംഭാവന നൽകുന്നത് അല്ലെങ്കിൽ കടമായിട്ട് തരുന്നതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിനകത്ത് മനസ്സിലാവും. പക്ഷേ യുവരാജ്, ഇത് ഏകദേശം 3 വർഷം ഇല്ലേ ആ കർണാടക ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, അതായത് SFIO അന്വേഷണം നടക്കട്ടെ എന്ന കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടല്ലോ, അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ് 2021 ജനുവരി മുതൽ ഈ അന്വേഷണം തുടങ്ങിയതാണ്. അന്ന് ED അന്വേഷിച്ചതാണ്. EDയുടെ അന്വേഷണവും അത് കഴിഞ്ഞ് അതിൽ കണ്ടെത്തിയ കാര്യങ്ങളും ശുപാർശയായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പോയതിൽ പിന്നെയാണ് ROBയുടെ അന്വേഷണം നടന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ അന്വേഷണം തുടങ്ങിയത്, ROC ബാംഗ്ലൂരിൻ്റെ അന്വേഷണം തുടങ്ങിയത്. അപ്പോൾ ഇത് എത്രയോ ഇപ്പോൾ 3 വർഷമായി അത്, എന്നിട്ടും ഒരു തുമ്പും ഇതുവരെ വന്നിട്ടില്ല എന്നാണല്ലോ, ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒന്ന്, അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ വേഗതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആളല്ല. എനിക്ക് നമ്മളുടെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയവുമല്ല. അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ വേഗം എന്ന് പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. അവർ ഇരിക്കുന്ന പൊസിഷൻസ്, ആർക്കെതിരെയാണ് അന്വേഷണം പോകുന്നത്, ആ പൊസിഷൻ മൂർച്ച കൂടുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വേഗം കൂടുന്നല്ലോ എന്ന്. അല്ല, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ലല്ലോ, ഇത് കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സല്ലേ. ഇപ്പോൾ ROCയുടെ റിപ്പോർട്ട്, ഈ തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത? 2021 ഈ വിഷയവുമായിട്ട് പോകുമ്പോൾ പറയുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ് എന്ന് പറയും. 2 വർഷങ്ങൾക്ക് ഇപ്പോൾ 2023 പകുതി മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ എനിക്ക് തോന്നുന്നു 2023 ജൂൺ മുതലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോഴും പറയുന്നത് എന്താണ്? അതെ, 24 തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. ഈ 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? അടുത്തത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അത് കഴിയുമ്പോൾ വീണ്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. പിന്നെ ഇത് എപ്പോഴാണ് ഈ കേസ് അന്വേഷിക്കുക? അവർ
അവർക്ക് അന്വേഷിക്കണ്ടേ? അവരവരുടെ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോട്ടെന്നേ. CR നീലകണ്ഠൻ, താങ്കൾക്ക് സംശയകരമായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണത്തിൽ? 2021 ഒരു വേള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചതാണ്. പിന്നെ അവിടെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ ഇത് സെറ്റിൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം വന്നില്ല. അതിനിടയ്ക്ക് ROC ബാംഗ്ലൂരിന്റെയും ROC കൊച്ചിയുടെയും അന്വേഷണം വന്നു. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ അന്വേഷണ പരമ്പരകൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ തന്നെ ഈ 1.72 കോടിക്കും അപ്പുറം 135 കോടിയുടെ ആ ഇടപാട്, CMRL ഇടപാട് വരുന്നു. അതിനും കടന്ന് ഈ കരിമണൽ ഖനനത്തിന്റെ കാണാക്കരങ്ങൾ, അതിലേക്ക് അന്വേഷണം പോകുന്നു. ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷകൾ മാത്രമാണ്. ഇങ്ങനെയൊക്കെ അന്വേഷണം നടത്തുമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇടപാടും അതിനപ്പുറമുള്ള കരിമണൽ ഖനനത്തിലെ ഈ കള്ളക്കളികളും ഒക്കെ. ഇതൊക്കെ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അതിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവതരിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി CBIയും വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അല്ല മഞ്ജുഷേ, നമ്മള് അരിഭക്ഷണമാണല്ലോ കഴിക്കണം. BJPയുടെ സുഹൃത്ത് എനിക്ക് വലിയ തമാശ തോന്നി. ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരാൾ അഴിമതിക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നത് അയാൾ BJPയുടെ കൂടെ ചേർന്നുവോ ഇല്ലയോ എന്നനുസരിച്ചാണ്. കാരണം ഈ അഴിമതിക്കാരാണെന്ന് എത്ര കൃത്യമായി പറയുകയും ബോണ്ട് കൊടുക്കുക. ഇപ്പോ കെജ്രിവാളിന്റെ കേസിൽ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കെജ്രിവാളിന്റെ കേസിൽ മാപ്പുസാക്ഷിയായ മനുഷ്യൻ പരമ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു 150 കോടി രൂപയുടെ ബോണ്ട് കൊടുത്തപ്പോൾ അയാൾ മാപ്പുസാക്ഷിയായി. കെജ്രിവാളിനെതിരെ അയാൾ കൊടുത്ത മൊഴി അനുസരിച്ചാണ് ഇപ്പൊ കെജ്രിവാൾ ജയിലിൽ കിടക്കുന്നത്. വേറെ ഒരു തെളിവ് വരുന്നതിലില്ല. അയാൾ കൊടുത്ത മൊഴിയാണ് മാപ്പുസാക്ഷിയുടെ മൊഴി. അയാൾ ആരാ? നാളെ അയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് എനിക്ക് അതിലുറപ്പില്ല. മത്സരിച്ചേക്കാം. കാരണം എത്ര അഴിമതിക്കാർ അഴിമതി ആരോപിക്കപ്പെട്ട് അയാൾ BJPയിലേക്ക് വന്നാൽ പുണ്യാഹം കളിക്കുന്നു പറയും. ഞങ്ങൾ നമ്പൂതിരിമാർ പുണ്യാഹം കളിച്ചാൽ അയാൾ ശുദ്ധനായി, BJP കളിച്ചാൽ ശുദ്ധനായി. എത്ര അഴിമതിക്കാർ. അതാണ് ഇപ്പൊ ഇന്നലെ ബംഗാളില് മോഡി പ്രസംഗിച്ചൊക്കെ ചോദിച്ചൊന്ന് ട്രോള് വന്നത്. ഇനി അഴിമതിക്കാർ ഞങ്ങൾ അഴിമതിക്കാർ ഇതിലെടുത്തില്ല, എന്താ അവിടെ ഹൗസ്ഫുൾ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ടു ഈ ബോണ്ടിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇത് അന്വേഷിക്കുന്നതിന് ഒറ്റ ഉത്തരം ഞാൻ കാണുന്നേയില്ല. ഒരു സാധ്യതയും, നിങ്ങളുടെ ചോദ്യം ഇതാണല്ലോ, ED ക്ലിഫ് ഹൗസിലേക്ക് വരുമോ എന്ന്. ഒരു സാധ്യതയും ഇപ്പോൾ ഞാൻ കാണുന്നില്ല. കാരണം അതുകൊണ്ട് BJPക്ക് ഒരു ഗുണവുമില്ല. ഇപ്പൊ BJPക്കാർക്ക് കേരളത്തിൽ തലയിൽ മുണ്ടിട്ടാണ് നടക്കണേ. കാരണം കുറെ കാലമായി ഇവിടെ ED, SFIO, ഇതിനു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ, CBI എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നമ്മളിവിടെ. അതിനിടയ്ക്ക് തോമസ് ഐസക്കിനോട് ചോദ്യം, ഇയാളോട് ചോദ്യം. ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല അതിന്റെ വേഗതയൊക്കെ ഞങ്ങൾക്കറിയാം. സാധാരണ മനുഷ്യർക്ക് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ BJPയുടെ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതെന്ന്. ബോണ്ടും ഇതുമായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടല്ലോ. ബോണ്ട് കൊടുത്തവരുടെ അഴിമതി കുറയും, ബോണ്ട് കൊടുക്കാത്തവർക്ക് അഴിമതി കിട്ടും. ഞാൻ അതിലേക്കല്ല പോണം. അപ്പോ BJPക്ക് ഇപ്പോൾ ഇവിടെ ഈ അന്വേഷണം കൊണ്ട് ഗുണകരമാണ് രാഷ്ട്രീയമായി. ഈ ഇലക്ഷനിൽ അല്ല എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഇലക്ഷനിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ BJPക്ക് കിട്ടില്ല. കേരളത്തിൽ സ്വാഭാവികമായും അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് പിണറായി വിജയന്റെ മകളെയോ അല്ലെങ്കിൽ ലാവലിൻ മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്താൽ 37 തവണ CBI ഒരു കേസ് മാറ്റിവെക്കണമെങ്കിൽ CBI-കാരന് തലയ്ക്ക് തൂലിയാത്ത ആളാവരുത്. പക്ഷെ ശ്രീ CR നീലകണ്ഠൻ, ഈ തെളിവുകളും അല്ലെങ്കിൽ അഴിമതി നടന്നിട്ടില്ല, ഈ ക്രമക്കേട് നടന്നിട്ടില്ല എന്നതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഒന്നും കണ്ടെത്താനാവാത്തത്? താങ്കൾക്ക് അതിലൊരു പ്രതീക്ഷ ഇല്ലാത്തത്? ഇപ്പോൾ എക്സാലോജിക്കും CMRലും KSIDCയും ഉൾപ്പെട്ട ഈ ക്രമക്കേടിൽ അവിടെ കണ്ടെത്താൻ വേണ്ട ഒന്നുമില്ല എന്നുള്ളത് അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ വീണ വിജയന്റെ കേസ് നിങ്ങൾ പറഞ്ഞു, എക്സാലോജിക്കിന്റെ കേസ് കൃത്യമായ രേഖയുണ്ട്. 2021 മുതൽ ഇവരുടെ രേഖയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച് ഇപ്പൊ ഈ എന്താണ് പറയാ, ഒരു ഫാർമക്കാരന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ നമ്മുടെ സ്വപ്ന സുരേഷിന്റെ മൊഴി അനുസരിച്ച് നമ്മുടെ പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ട ആളല്ലേ. എത്ര കൃത്യമായ മൊഴി അവർ കൊടുത്തിട്ടുള്ളത് EDക്കും SFIക്കും അതുപോലെയുള്ള ഏജൻസികൾക്ക്, CBI അടക്കമുള്ള ഏജൻസികൾക്ക്, ലൈഫിന്റെ അതിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 വർഷം ജയിലിൽ കിടന്നു. അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ തൽക്കാലം പുറത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം എന്താണ് താങ്കളുടെ ഓഫീസ് നടന്നത്? കെജ്രിവാളിന്റെ വെക്കെട്ടെടുത്ത എന്തെങ്കിലും കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി വെക്കെട്ടെടുത്തോ? ഇല്ലല്ലോ. ഇനി വേറെ കാര്യം കൂടി, കെജ്രിവാളിന്റെ കാര്യത്തിൽ ഒരു പോളിസി സംബന്ധിച്ചാണ് തർക്കം. പോളിസി, ആ പോളിസി ചെയ്താൽ ഇങ്ങനെ അഴിമതി വരുമായിരുന്നു, ആ പോളിസി നടപ്പായോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം.
രാജ്യത്തിന് നഷ്ടം വന്നു. ഇവിടെ പോളിസി ഒന്നുമല്ല, ഇവിടെ ഡോക്യുമെന്റ് ഉണ്ട് മഞ്ജുഷേ, ഡോക്യുമെന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റുകളും നമ്മുടെ കയ്യിലുണ്ട്. ROCയുടെ ഡോക്യുമെന്റ് ഉണ്ട്, ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടായാലും കേസെടുക്കാൻ വൈകുന്നതിന് കാരണം, ഞാനിപ്പോ ഇതൊരു ഡീലെന്നൊന്നും പറയുന്നില്ല, ഞാൻ ഡീലായിട്ടല്ല കാണുന്നത്. BJP അവർക്ക് അഡ്വാൻറ്റേജസ് ആയ കാര്യം മാത്രമേ ഈ ഏജൻസികളെ കൊണ്ട് ചെയ്യൂ. അത് RBI കൊണ്ടാണെങ്കിലും മറ്റേ ED കൊണ്ടാണെങ്കിലും CBI കൊണ്ടാണ്. ഇനിയിപ്പോ CBI വന്നു തന്നെ ഇരിക്കുന്നത്. CBI വന്നാൽ എന്ത് സംഭവിക്കുക? CBI വന്നാൽ ഇതിലും വലിയ കേസുകൾ ഇവിടെ CBI അന്വേഷിച്ച് വഴി കാണാതെ പോയിട്ട് ലാവ്ലിംഗ് കേസ് അന്വേഷിച്ച് CBI ഇപ്പൊ അത് കഴിഞ്ഞ് ആ CBI കോടതിയിൽ കേസ് മാറ്റിവെച്ചത് എത്ര പ്രാവശ്യം? എന്നിട്ട് ആ CBI കുറിച്ചാണോ നമ്മളോട് പറയുന്നത്? അപ്പൊ പ്രശ്നം എപ്പോഴാണ് ഇവർ വരും? എതിര് വരും ഞാൻ പറഞ്ഞു. അത് എപ്പോഴാണെന്നത് ഈ വീണ വിജയനെ ചോദ്യം ചെയ്യുകയോ പിണറായി വിജയനെതിരെ ചാർജ് ഇടുകയോ ചെയ്താൽ അത് BJPക്ക് ഗുണകരമാകും രാഷ്ട്രീയം എന്ന് ബോധ്യം വരുന്ന ക്രിട്ടിക്കലായ സമയം അത് കാത്തറിഞ്ഞ് നിൽക്കണം. അത് വരുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത് UDFന്റെയും മറ്റു രാഷ്ട്രീയ കക്ഷികളുടെയും നിലപാടനുസരിച്ച്. അതുകൊണ്ട് ഇപ്പൊ കാണിക്കുന്നതൊക്കെ സത്യത്തിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന കേരളത്തിലെ BJPക്കാർക്ക് ആ മുണ്ടടക്കൊന്ന് മാറ്റണ്ടേ? തെരഞ്ഞെടുപ്പ് പ്രചരണമല്ലേ? ഇത്രയും കാലമായിട്ട് ഇത്രയും ബഹളം പറഞ്ഞിട്ട് ഇതൊക്കെ അവിടെ കെജ്രിവാളിനെ എത്ര പ്രാവശ്യം. ഇനി ഞാൻ ഡോക്ടർ തോമസ് ഐസക്, ഞാനൊരു കാര്യം പറയാം. ഡോക്ടർ തോമസ് ഐസക്കിന്റെയും കെജ്രിവാളിന്റെയും ചില സാമ്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കാം. കാരണം ഒരു ഗവൺമെന്റ് പോളിസിയെ സംബന്ധിച്ച് കിഫ്ബി വേണോ വേണ്ടയോ, അത് തോമസ് ഐസക് മാത്രം എടുത്തൊരു തീരുമാനമല്ല. അതിന് നടപടിക്രമം ഒരു മന്ത്രിസഭയാണ്, ഡൽഹിയിൽ ഒരു മന്ത്രിസഭയാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിൽ ഈ ആളെ ചോദ്യം ചെയ്യുക. ഇപ്പൊ അവിടെയാണ് ഏത് നിയമം ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ PMLA ആക്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയിൽ DIR-ഉം മിസ ഉപയോഗിച്ചിട്ടില്ല. ഈ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലിട്ടത് ഒരു കോടതിയും ചോദ്യം ചെയ്തില്ലല്ലോ. അത് BJP അംഗീകരിക്കുന്നു അതിനെ. ഇപ്പൊ ചിലർ ചോദിച്ചു കോടതി സമ്മതിച്ചിട്ടല്ലേ? ഞാൻ പറയുന്നത് കോടതി സമ്മതിച്ചില്ല. കോടതി അടിയന്തരാവസ്ഥയിൽ അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ള BJP മറ്റു പലരെയും, മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ, അവരെ അടക്കം ജയിലിലിട്ട് ഒരു കോടതി അവരെ വിടാൻ പറഞ്ഞില്ല. ഇന്ത്യയിലെ നീതിന്യായ കോടതി അവരൊക്കെ 19 മാസം ജയിലിൽ കിടന്നു. എന്താ കാര്യം? കിടന്നത് കോടതി പറഞ്ഞു ഏത് നിയമം അനുസരിച്ചാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതനുസരിച്ച്. ഇപ്പൊ PMLA ആക്ട് അനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടുന്നതിന്റെ രീതികളുടെ നേരെ മറിച്ച് നിങ്ങളൊരു കറപ്ഷൻ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണെങ്കിൽ വേറെയാണ് നിയമം, പോക്സോ നിയമമാണെങ്കിൽ വേറെയാണ് നിയമം, സ്ത്രീകൾക്കെതിരായ അതിക്രമമാണെങ്കിൽ വേറെയാ, കൊലക്കുറ്റാണെങ്കിൽ വേറെ. അപ്പൊ ഇവർക്കറിയാം എങ്ങനെ ഇത് കളിക്കുക എന്നല്ലാതെ. ഇപ്പൊ 10 കൊല്ലമായി ഇവർ വന്നിട്ട് ഞാൻ ഒരു ചോദ്യം, വലിയ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷന്റെ സമരമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഒരുപാട് അഴിമതി നടന്നുകൊണ്ടാണല്ലോ എത്ര പേരെ ശിക്ഷിച്ചു 10 വർഷത്തിനകം BJP എന്ന് പറഞ്ഞാൽ എത്ര കോൺഗ്രസുകാരെ ശിക്ഷിച്ചു. ഏത് അന്വേഷിക്കുന്നു പോകണു. ഇപ്പൊ ചിദംബരത്തിന്റെ വീട്ടിൽ ഒളിഞ്ഞു കയറുന്നു, അങ്ങനെ കയറുന്നു, ഇങ്ങനെ കയറുന്നു. ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ലെന്ന്. ശരി ശ്രീ CR നീലകണ്ഠൻ, ശരിയാണ്. ശിക്ഷാ തോത് വെച്ച് നോക്കിയാൽ അതിൽ മറുപടി പറയേണ്ടി വരുന്നത് ഈ കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ്. പ്രൊഫസർ B ജയരാജ്, പക്ഷേ ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാലും അന്വേഷിച്ചില്ലെങ്കിലും സത്യം കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യമുണ്ട്. അത് മുഖ്യമന്ത്രി ഇതുവരെ ഉത്തരം നൽകാത്ത ചോദ്യമാണ്. എന്താണ് എക്സാലോജിക്കും CMR-ലും തമ്മിലുള്ള ഇടപാടെന്ന്? അതിന് കൃത്യമായി ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെയാണത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? എങ്ങനെയാണ് CMR-ന് ലാഭമുണ്ടാക്കുവാനുള്ള അവസരം ഉണ്ടായത്? ഇങ്ങനെയൊരു കമ്പനിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കുള്ള ബന്ധം എന്താണ്? ഇതിനൊന്നും മുഖ്യമന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. ഏത് ഏജൻസി അന്വേഷിച്ചാലും ഏത് ഡീലോ നോ ഡീലോ നടന്നാലും. ഇതിനകത്ത് ഡീലിന്റെയും നോ ഡീലിന്റെയും ഒന്നും പ്രശ്നമല്ല. നേരത്തെ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഈ ആക്ട് എടുത്തിട്ട് പിന്നെ കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ വെച്ച് നടന്ന റാലിയിൽ കെജ്രിവാൾ പറഞ്ഞത് ഇപ്പോൾ എന്റെ ഭാര്യ മേരി ബാരി ഇനി ഉണ്ടാവാൻ പോകുന്നത് പിണറായി വിജയന്റെ ആണ്, കേരള ചീഫ് മിനിസ്റ്ററിന്റെ ആണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിനെന്ത് പ്രവചന സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഇലക്ഷൻ അൺടൈംലി ആയിട്ടുള്ള ഈ അന്വേഷണങ്ങളുടെ. അപ്പോൾ പ്രവചന സ്വഭാവം ഉണ്ട് എന്നുള്ളത് ഒരു കാര്യത്തിൽ സംഭവിച്ചു, അടുത്ത കാര്യത്തിലും സംഭവിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? വിജയൻ സാബിന്റെ കാര്യവും അദ്ദേഹം പറഞ്ഞതായിട്ട് താങ്കൾ പറഞ്ഞുവല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ PMLA ആക്ട് ഉണ്ടല്ലോ, ആ ആക്ട് EDക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊരു വിധി ഇടയ്ക്ക് വന്നിരുന്നു. ആ വിധി വന്നില്ലായിരുന്നെ ഒരുപക്ഷെ ആക്ട് ഉപയോഗിച്ചേനായിരുന്നു, ED ഉപയോഗിച്ചേനായിരുന്നു. ED എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടാക്കിയേനെ, അല്ലെ CBI എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടാക്കിയേനെ. കാര്യം ബൈ ഹുക്ക് ഓർ ക്രുക്ക്. ഇപ്പൊ അവരുടെ ഒരു വിഷയം എന്താണ്? ഇലക്ട്രൽ ബോണ്ട് പൊതുവെ ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇലക്ട്രൽ ബോണ്ട് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് മറച്ചു വെക്കണമെന്ന കാര്യമൊന്നുമില്ല.
കേജ്രിവാളിനെതിരെ നേരത്തെ പറഞ്ഞ കണക്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഉന്നയിച്ചിരുന്നത്. ആ കോൺഗ്രസിന്റെ PCC സെക്രട്ടറി അവിടെ ഡൽഹിയിൽ. അല്ല, അത് വിട്, നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഈ അല്ലല്ലേ എക്സാലോജിക് CMRL ഇടപാടിൽ അതിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് താങ്കൾക്ക് പറയാൻ പറ്റുമോ? പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട് സാർ ഇക്കാര്യം. അതിന്റെ എല്ലാ രേഖകളും പുറത്തു വന്നു കഴിഞ്ഞതാണ്. അത് ഡൽഹി സർക്കാരിന്റെ മദ്യനയം പോലെയല്ല, മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഒരു ഇടപാടാണ് സാർ. BJPയുടെ പ്രതിനിധി പറഞ്ഞത് കരിമണൽ കണത്തിനകത്ത് ഉള്ളത് യുറേനിയം പോലുള്ള മെറ്റൽസ് ഉണ്ട്, അത് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്റലിജൻസ് ഏജൻസി അന്വേഷിക്കണം. തീവ്രവാദ ഫണ്ടുകൾ ഇതിന്റെ പേരിൽ വന്നിട്ടുണ്ടോ, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, ഷെൽ കമ്പനികളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഊഹാപോഹങ്ങളിൽ കെട്ടിപ്പിടിച്ച് എവിടം വരെ പോകും? അന്വേഷിച്ചപ്പോ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് 1.75 crore പേരിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തുന്നത്. അവർക്ക് 8 മാസം സമയമുള്ളപ്പോഴാണ് ED ഒരു വഴിക്ക് ഉപേക്ഷിച്ച് പോയ കേസിൽ വീണ്ടും കേസുമായി വരുന്നത്. അപ്പൊ ഇതെല്ലാം മിയ കോയിൻസിഡൻസസ് ഒന്നുമല്ല. ഇതിപ്പോ ഇലക്ഷൻ അടുക്കുന്നു, അൺടൈംലി ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവരുന്നു. ആ സമയം BJP ഒരു ലോണ്ടറി മെഷീൻ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയത് വളരെ കറക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ അഴിമതി, അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് ആരോപിക്കാം പ്രൊഫസർ B. ജയരാജ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഡീലോ, അതാണ് ഞാൻ പറഞ്ഞത്, ഡീലോ നോ ഡീലോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ സത്യം സത്യമല്ലാതിരിക്കില്ലല്ലോ. അതാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് ഇതുവരെ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞ 1000 തവണയോ 10,000 തവണയോ 101 ആവർത്തിയോ നുണകൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന അതൊരിക്കലും സത്യമാവുകയും ചെയ്യില്ല. ശ്രീ ആങ്കർ പേഴ്സൺ, ഞാൻ പേര് പെട്ടെന്ന്, മഞ്ജുഷ് ഗോപാൽ. അതുകൊണ്ട് ഒരു നുണ 1000 പ്രാവശ്യം ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ സത്യമാവില്ല. അതുപോലെ തന്നെയാണ് സത്യത്തിന്റെ മുഖം നമ്മൾ സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയാലും വെളിയിൽ വരില്ല എന്ന് പറയുന്നത്. അതിന്റെ ഒരു മറുസൈഡാണ്. എല്ലാ വിഷയങ്ങൾക്കും ഒരു ബോത്ത് സൈഡ്സ് ഓഫ് ദ കോയിൻ നമ്മൾ കാണണം. എല്ലാ ആംഗിളിലും നമ്മൾ അതിനെ പരിശോധിക്കണം. ഇപ്പോഴും ഈ അന്വേഷണം വന്ന എന്തുകൊണ്ടാണ്? എലക്ഷൻ നടക്കുന്നു. അപ്പൊ പറയുന്നു ഇപ്പൊ എലക്ഷൻ. അപ്പൊ ഇതിപ്പോ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 1 India 1 election എന്നുള്ള ക്യാമ്പയിനിലോട്ട് പോലെ. അപ്പൊ പിന്നെ അഴിമതി ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുക. എലക്ഷൻ സമയം മാത്രം വിട്ടാൽ മതി എന്ന് പറയത്തക്ക രീതിയിലാണ് എനിക്ക് മുമ്പ് സംസാരിച്ച BJP പ്രതിനിധി ഇവിടെ സംസാരിച്ചത്. ഇത് ശരിക്കും എന്താണ് അതിന് പറയുന്നത്? ഇത് ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണ്. ഇതൊരു മീഗറായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇത് പൊളിഞ്ഞു വീഴും. സ്വർണ്ണക്കടത്ത് എന്തായി, ബിരിയാണി, ശ്രീ B. ജയരാജ്, ശ്രീ N. ശ്രീകുമാർ, അല്ല ഇത് പൊളിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞാൽ അത് പൊതുസമൂഹത്തെ കളിയാക്കുന്ന പോലെ ആകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ N. ശ്രീകുമാർ, ഇത് പൊളിഞ്ഞു വീഴേണ്ട ഒരു കാര്യമാണോ? കാരണം ഇങ്ങനെ ഒരു വലിയ ക്രമക്കേട് നടന്നിട്ട് ഇത് ആരും അന്വേഷിച്ച് തെളിയിക്കുവാനില്ലെങ്കിൽ പിന്നെ പൊതുസമൂഹം ആരുടെ മുന്നിൽ പോയി കൈനീട്ടും? ഇത് ആരെങ്കിലും അന്വേഷിച്ച് തെളിയിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? എന്തിത് ആരോപണമൊന്നും അല്ല സാർ. ഇത് കൃത്യമായിട്ട് രേഖകൾ പുറത്തു വന്നതാണ്. വന്ന കാര്യമാണ്. ഇതുവരെ എന്ത് സേവനം നൽകിയിട്ടുണ്ട് എന്ന് പറയുവാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പോലും ഇതിന് മറുപടി നൽകിയിട്ടില്ല. ശ്രീ N. ശ്രീകുമാർ. ശരി, ശ്രീ N. ശ്രീകുമാർ. മഞ്ജുഷേ, ഈ ED അന്വേഷണം അതുപോലെ SFIO അന്വേഷണം ഒക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അത് ഒരു സാമ്പത്തിക ഇടപാടിൽ നടക്കുന്ന അന്വേഷണം അവിടെ നടക്കട്ടെ, നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടാൽ ശിക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ BJP CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഒരു അന്വേഷണ ഫലം ഉണ്ടാകുമെന്ന് മഞ്ജുഷ് കരുതുന്നുണ്ടോ? കാരണം കേരളത്തിൽ CPM-നെ ദ്രോഹിച്ചിട്ട് BJPക്ക് എന്ത് കിട്ടാനാണ്? ഇവിടെ കോൺഗ്രസ് ആണ് BJPയുടെ ശത്രു, കോൺഗ്രസ് ആണ് CPM-ന്റെ ശത്രു. BJP ഇവിടെ ശക്തിയല്ല. ആ നിലയ്ക്ക് കോൺഗ്രസിനെ ദുർബലമാക്കാൻ പറ്റാവുന്ന CPM-നെ BJP ഭയപ്പെടുത്തുന്നുണ്ടാവും, പക്ഷെ അവരെ ദുർബലപ്പെടുത്തില്ല, ഒടിക്കാൻ ശ്രമിക്കില്ല, വളക്കേ ഉള്ളൂ. കാരണം അവർക്ക് കൊണ്ട് ഗുണമില്ല, BJPക്ക് ഗുണമില്ല. നേരെ വെച്ച് BJP ഇവിടെ വലിയ ശക്തിയായിരുന്നുവെങ്കിൽ മഞ്ജുഷ് നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊരു വലിയ ആയുധമൊക്കെ ആയിട്ട് കൊണ്ടുപോകാം. ഇവിടെ വെറും സാമ്പത്തിക ആരോപണം മാത്രമാണ്. പക്ഷെ CPM ഇതിൽ പെട്ടു. എന്താണ് CPM പെട്ടത്? എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടി അത് മുൻവിധിയില്ലാതെ എടുത്തു ചാടി. സാധാരണഗതിയിൽ പാർട്ടി നേതാക്കളുടെ മക്കൾക്കൊക്കെ എതിരെ ആക്ഷേപം വന്നാൽ പാർട്ടി അങ്ങനെ ഇടപെടാറില്ല. ഇത് പാർട്ടി ഇടപെട്ടുപോയി. ഇടപെട്ട പാർട്ടിക്ക് പിൻവാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് ന്യായീകരിക്കേണ്ടി വന്നു. ഇതേ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് EP ജയരാജന്റെ വിഷയം വന്നു. നമ്മുടെ വൈദേകം റിസോർട്ടും അതുപോലെ നമ്മളുടെ കേന്ദ്രമന്ത്രി ചന്ദ്രശേഖരന്റെ പേര് ഞാൻ മറന്നുപോയി, നിരാമയ, ഈ 2 കാര്യങ്ങൾ സംബന്ധിച്ചൊരു തർക്കം വന്നപ്പോൾ
പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷോട് ചോദിച്ചു അതിന് അക്കാര്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. അപ്പൊ മാഷ് പറഞ്ഞത് തെളിവ് കൊണ്ടുവരട്ടെ, അപ്പോൾ അതിന് EP ജയരാജൻ മറുപടി പറഞ്ഞോളൂ എന്നാണ്. അവിടെ EP ജയരാജൻ മറുപടി പറയുന്നു എന്താക്കി. നേരെ മറിച്ച് അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് CPM സംരക്ഷണം ഒരുക്കി. ഇത് ആ പാർട്ടി അനുഭവിക്കുന്ന ഒരു വിനയാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് യഥാസമയം പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് LDF യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്ത് ഇതൊരു സാമ്പത്തിക ആരോപണമാണെന്നും ഇതൊരു സാമ്പത്തിക ഇടപാടാണെന്നും മുഖ്യമന്ത്രിയും കൂട്ടരും അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിലുള്ള ഇടപാട് ആയിക്കോട്ടെ, അങ്ങനെ എന്തുകൊണ്ട് പാർട്ടി കണ്ടില്ല? അങ്ങനെ പാർട്ടി കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഈ ന്യായീകരിക്കേണ്ട ഒരവസ്ഥ വരുമായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ED അന്വേഷണം വരുന്നു. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, SFIOയുടെ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ SFIO ഒരു കാര്യം അന്വേഷിച്ചാൽ മറ്റ് ഏജൻസികൾക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഏതൊരു വകുപ്പ് അനുസരിച്ചിട്ട് SFIOയുടെ അന്വേഷണത്തിൽ എല്ലാം വരും. അപ്പൊ മറ്റ് ഏജൻസികൾ വേണ്ട. പക്ഷെ ഇവിടെ SFIO തന്നെയാണ് അത് EDക്ക് കൈമാറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ സാങ്കേതികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അപ്പോൾ ഈ അന്വേഷണങ്ങൾ SFIO എന്താണ് അന്വേഷണ റിപ്പോർട്ട് എന്നാണ് കൊടുക്കേണ്ടത് 8 മാസം കഴിഞ്ഞിട്ട്. 8 മാസം കഴിഞ്ഞിട്ട് കേന്ദ്രത്തിൽ ആരായിരിക്കും വരുന്നത് നമുക്കിപ്പോൾ പ്രവചിക്കാനാവില്ല. അപ്പൊ 8 മാസം കഴിഞ്ഞാൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമല്ലോ. അപ്പൊ 8 മാസം മുമ്പ് റിപ്പോർട്ട് കൊടുത്താൽ മതിയെന്നിരിക്കെ ഇപ്പോൾ എന്തിനാണ് മിനിഞ്ഞാന്ന് ED അന്വേഷണം പ്രഖ്യാപിച്ചത്? അപ്പൊ ED അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഇത് നാളെയോ മറ്റന്നാളോ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ? എത്തുകയാണെങ്കിൽ അന്വേഷണം നേരായ വഴിക്കാണ്, എത്തിയില്ലെങ്കിലോ ഇതൊരു രാഷ്ട്രീയ മറയാണ്. ഈ രാഷ്ട്രീയ മറ CPMന് ഉപകാരപ്രദമാകുമോ എന്നാണ് CPMഉം BJPയും ചിന്തിക്കുന്നത്. ഇവിടെ ശ്രീകുമാർ, താങ്കൾ പറഞ്ഞു ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയാണെങ്കിൽ അത് നേരായ അന്വേഷണമാണെന്ന്. അപ്പോൾ താങ്കൾ വിചാരിക്കുന്നുണ്ട് ഇത് ക്ലിഫ് ഹൗസിലേക്ക് എത്തേണ്ട ഒന്ന് തന്നെയാണ് എന്ന്, അല്ലേ? അല്ല, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കൂടി ഇക്കാര്യത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ. അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് CMRLന്റെ ആ ഡയറി അല്ലേ, CMRLന്റെ റെയ്ഡിൽ കണ്ടെത്തിയ, അവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ ഡയറി, അതിലെ ഷോർട്ട് ഫോമുകൾ. പിന്നെയുള്ളത് കരിമണൽ ഖനനത്തിന് പിന്നിലെ കാര്യങ്ങളാണ്. അതിൽ സർക്കാർ നടത്തിയ ഇടപെടലുകളാണ്. അതിനെക്കുറിച്ചും രേഖകൾ വന്നിട്ടുണ്ട്. അതും EDക്ക് ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയ ഷോൺ ജോർജ് നൽകിയിട്ടുണ്ട്. അതിൽ 2016, 2019 മുതൽ CMRLന് കരിമണൽ ഖനനത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളുമുണ്ട്. അവിടെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിൻ്റെ രേഖകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അനുമതിക്കായുള്ള ആവശ്യമുണ്ടല്ലോ, അത് നിരാകരിച്ച സമയമുണ്ട്. അത് ഈ വിവാദങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷമാണ്. എന്തിനായിരുന്നു ആ കാത്തിരിപ്പ് എന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. മുഖ്യമന്ത്രി മറുപടി പറയാത്ത കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം. താങ്കളും ഉദ്ദേശിക്കുന്നത് തന്നെയാണല്ലോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത് ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ED അന്വേഷണവും SFIO അന്വേഷണവും തുടങ്ങിയിട്ട് എത്ര കാലമായി? SFIO അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഇത്ര പെട്ടെന്ന് നടപടി വന്നത്? ഞാൻ ഇന്നൊരു കാര്യം പറയും. ഇന്നത്തെ ഒരു വാർത്താ ചാനലിൽ ഞാൻ കണ്ടതാണ്. NCP നേതാവ് പ്രഫുൽ പട്ടേലിനെതിരായ അന്വേഷണം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. പ്രഫുൽ പട്ടേൽ ശരത് പവാറിനോടൊപ്പം NCPയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നത്. അന്നൊരു വിമാന ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം വന്നത്. അദ്ദേഹം അജിത് പവാറുമായിട്ട് ഒരുമിച്ച് NCP പിളർന്ന് അദ്ദേഹം മറ്റേ BJPക്ക് താല്പര്യമുള്ള ഷിൻഡെ വിഭാഗത്തിന്റെ കൂടെ ചേർന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് ശിവസേന സഖ്യത്തെ പുറത്താക്കി. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു BJP. ഇതുപോലെ എത്ര കാര്യങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ CPM കൊണ്ടുവരുന്നത് എന്താണ്? അവരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്നൊരു അന്വേഷണം. അതില് CMRL ഉണ്ട്, KSIDC ഉണ്ട്, ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം ഗൗരവപരമായി നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് രാഷ്ട്രീയമാണ് ഞാൻ കാണുന്നത്. ആ രാഷ്ട്രീയം BJPക്ക് ഗുണകരമായി മാറിയില്ലെങ്കിൽ പിന്നെ എന്തിന് BJP ഇവിടെ കഷ്ടപ്പെടുത്തി CPMനെ പ്രതിരോധത്തിലാക്കണം? ഇവിടെ CPMനെ കൊണ്ട് BJPക്ക് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. കാരണം BJPയും LDFും തമ്മിലാണ് മുഖ്യ മത്സരം എന്ന് LDF കൺവീനർ പറഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അതല്ല എന്ന് പറയാനായിട്ട് CPMനെ മുഖ്യമന്ത്രിക്കും എന്തിനാണ് പ്രേമേന്ദ്രന്റെ അടുത്തൂടെ പറഞ്ഞു കൊടുക്കണേ ശ്രീമാർ സാറേ? അല്ല, ഞാൻ പറയട്ടെ. അതായത് CPMഉം BJP LDFും BJPയും തമ്മിലാണ് മുഖ്യ മത്സരമെന്ന് LDF കൺവീനർ പറയുന്നു.
അല്ല എന്ന് ഒരു നിമിഷം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് തിരുത്തേണ്ടതിന് പകരം 2-3 ദിവസം കഴിഞ്ഞു. ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞു, പിന്നെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് നയമില്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പൊ പാർട്ടിക്ക് നയമില്ല, അപ്പൊ അതിന്റെ നേട്ടം ആർക്കാ? BJPക്ക്. അപ്പൊ LDFിനൊപ്പം ശക്തിയാണ് BJP എന്ന് എന്തിനാണ് CPM വരുത്തുന്നത്? അത് ആർക്ക് ഗുണം ചെയ്യാനാണ്? ശ്രീ യുവരാജ് ഗോകുൽ, ഏറ്റവും അവസാനം ശ്രീ N. ശ്രീകുമാർ പറഞ്ഞ കാര്യം എല്ലാവരും ഈ അന്വേഷണത്തെ എതിർക്കുന്ന രീതിയിലല്ല, ഇത് പ്രഹസനം എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതിൽ N. ശ്രീകുമാറും ശ്രീ CR നീലകണ്ഠനും പറഞ്ഞത് തെളിവുകൾ ആവശ്യത്തിനുണ്ട്, പക്ഷേ അത് നേരായ രീതിയിൽ അന്വേഷിക്കണം. അത് ഈ രണ്ടുപേരും അത് പ്രതീക്ഷിക്കുന്നുമില്ല. അതായത് ക്ലിഫ് ഹൗസിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ട്, പക്ഷേ അത് നേരായ രീതിയിൽ അന്വേഷിച്ചാൽ മാത്രം. മഞ്ജുഷേ, ഇതിനകത്ത് അന്വേഷണ ഏജൻസിക്ക് അതിൻ്റേതായ ടൈം എടുക്കും. ചിദംബരത്തിലേക്ക് എത്തി എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്ത് എത്ര വർഷം ടൈം എടുത്തിട്ടാണ്? 1 ദിവസം കൊണ്ടാണോ? 2 ദിവസം കൊണ്ടാണോ? 1 വർഷം കൊണ്ടാണോ? 2 വർഷം കൊണ്ടാണോ? അല്ലല്ലോ, അതിൻ്റേതായ ടൈം എടുക്കും. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ കേജ്രിവാളിനെതിരായിട്ടുള്ള ആരോപണം, ഞാനിപ്പോൾ ശ്രീ CR നീലകണ്ഠൻ വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം അങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ താങ്കൾക്ക് അതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകാമെന്ന്. അതായത് അരവിന്ദ് കേജ്രിവാളിനെതിരായിട്ടുള്ള ആരോപണത്തിനെ സംബന്ധിച്ചിരിക്കുന്ന വിഷയം എന്താണ്? ആ വിഷയം ഇതുവരെ കേരളത്തിൽ പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ എന്തായിരുന്നു ആ മദ്യനയമെന്നും ആ മദ്യനയത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്നും ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഈ മദ്യനയം ഉണ്ടാക്കുന്നതിന് മുൻപ് വരെ ഗവൺമെൻറ്റിന് 750 മില്ലി ലിറ്ററുള്ള ഒരു കുപ്പിയിൽ നിന്ന് കിട്ടിയിരുന്ന റവന്യൂ എന്ന് പറയുന്നത് 339 രൂപയാണ്. 339 രൂപ. ഇത് പ്രൈവറ്റ് കമ്പനീസിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. പുതിയ കുറേ പ്രൈവറ്റ് ഔട്ട്ലെറ്റ് 32 സോണുകളായി തിരിച്ച് ഓരോ സോണിൽ 27 പ്രൈവറ്റ് കമ്പനികളെ കൊണ്ടുവന്നിട്ട് ആ പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ 339 രൂപ ഉണ്ടായിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഷെയർ വെറും 8 രൂപയായിട്ട് കുറഞ്ഞു. നിങ്ങൾ നോക്കണം, ഒരു പകുതിയായിട്ടോ 10-1 ഇവർ 8 രൂപയായിട്ട് 339 രൂപയിൽ നിന്ന് 8 രൂപ 331 രൂപയും പ്രൈവറ്റ് കമ്പനികൾക്ക് പോകുന്ന തലത്തിലേക്ക്. അപ്പോൾ ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മദ്യനയം രൂപീകരിച്ചത്? ഇത് കൃത്യമായിട്ട് അഴിമതി ഉണ്ടോ ഇല്ലയോ? പോട്ടെ, ശരി, ശ്രീ CR നീലകണ്ഠൻ പറയുന്ന പോലെ അതൊരു നയപരമായ വിഷയമായിരുന്നു എന്നൊക്കെ പറയാം. ഇത് നയപരമായ വിഷയമായതുകൊണ്ട് മാത്രമല്ല, തൊട്ടപ്പുറത്ത് തെലുങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് സൗത്ത് ഗേറ്റ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാക്കിയിട്ട് സൗത്ത് ഇന്ത്യയിലുള്ള കുറച്ച് ആൾക്കാർ, അതുകൊണ്ടാണ് അതിനെ സൗത്ത് ഗേറ്റ് എന്ന് വിളിക്കുന്നത്, സൗത്ത് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ സൗത്ത് ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ മദ്യനയത്തിന് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ബ്രൈബ് ചെയ്തു എന്നുള്ളതാണ് കേസ്. അതിന് അവരുടെ ഈ വാട്സാപ്പ് ചാറ്റുകളുണ്ട്, SMS മെസ്സേജുകളുണ്ട്, അവരുടെ കോൾസ് ഉണ്ട്, ഇങ്ങനെ പലതും ഡീകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവരിവിടെ ഇരുന്നു കൊണ്ട് മദ്യനയത്തിന് സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു, 100 കോടി രൂപ കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പുറത്തു വരുന്നത്. അല്ലാണ്ട് താങ്കൾ പറയുന്നത് പോലെ ഏതോ ഒരു ഫാർമക്കാരൻ കൺഫസ് ചെയ്തതുകൊണ്ടല്ല ഈ സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസ് നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ CR നീലകണ്ഠൻ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. കേന്ദ്രത്തിലിരിക്കുന്ന BJP നേതാക്കൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ബോധമില്ലാത്തവരൊന്നും അല്ല. അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനെ പൂട്ടാനുള്ള കൃത്യമായ എവിഡൻസ് കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്ര ധൈര്യത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങൾ വെറുതെ ഞങ്ങളുടെ നേതാക്കളെ അങ്ങ് കുറച്ച് കാണരുതേ, മുകളിലിരിക്കുന്നവരെയൊന്നും. ഓക്കെ, രാഷ്ട്രീയമായിട്ട് അവർക്കാർക്കും ഇങ്ങനെ എന്താണ് ഒരു ബ്ലണ്ടർ ചെയ്യുക എന്ന് പറയുന്ന ഒന്നുമില്ല. പ്രഫുൽ പട്ടേൽ വിശുദ്ധനായ കാര്യം പറയുന്നുണ്ട്. അല്ലല്ല, ഞാൻ പറയട്ടെ മഞ്ജുഷേ, ഇത് പ്രഫുൽ പട്ടേലിന്റെ കേസോ രാഷ്ട്രീയമായ വിഷയമോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ കൃത്യമായിട്ടും ഈ കേസിനകത്ത് എവിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രൂവൺ ആണ്. എവിഡൻസ് ഇല്ലാതെ ഞാൻ മഞ്ജുഷേ, ഒരു രാഷ്ട്രീയ നേതാവിനെ കയറി വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അറസ്റ്റ് ചെയ്ത് അയാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അയാൾ പുറത്തു വരുമ്പോൾ അയാൾ വലിയൊരു നായകനാവും, കരിച്ച് അയാളെ വേട്ടയാട്. നമ്മളിത് പലതവണ ഇന്ത്യയിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി ബോധമില്ലാത്തവരല്ല അവിടെ ഇരിക്കുന്നതെന്ന്. കൃത്യമായ എവിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ആ എവിഡൻസ് 2021 തുടങ്ങി വരുന്ന സാധനമാണ്. 2022 എത്തുന്നു. 2022 ഈ മദ്യനയം അവസാനം അരവിന്ദ് കേജ്രിവാളിന് പിൻവലിക്കേണ്ടി വരുന്നതാണ്. എന്തുകൊണ്ടാണ്? അതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി ചർച്ചയാകുമ്പോൾ 2022 ജൂൺ 30 അദ്ദേഹത്തിന് മദ്യനയം പിൻവലിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് ബോധ്യമായി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ 2022 തുടങ്ങി നമ്മൾ ഇന്ന് സംസാരിക്കുന്ന 2024 മാർച്ച് അവസാനമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ തിടുക്കപ്പെട്ടിട്ടല്ലല്ലോ പോയത്. അന്ന് തൊട്ട് ഇതിനകത്തുള്ള ക്രമക്കേടുകളെ കുറിച്ചിട്ട് എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ. അതുപോലെ തന്നെയാണ് പിണറായി വിജയന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. 2001 2022 നടന്ന വിഷയമായിരിക്കും. പക്ഷേ ഒരു വിഷയം വരുന്ന സമയത്ത് അതിന്റെ A മുതൽ Z വരെ അന്വേഷിക്കുകയും അതിനകത്ത് കൃത്യമായിട്ടും തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെതിരെ പോവുകയും
എന്ന് പറയുന്നതാണല്ലോ നയം. അല്ലാണ്ട് ഒരു ആരോപണം വന്നു, അടുത്ത ദിവസം തന്നെ ചാടി ഒരു ഓഫീസിൽ കയറി ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ അവിടെ കുടുംബാംഗങ്ങളെയും പിടിച്ച് അകത്തിടുക എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കലി ഒരു എത്തിക്കലായിട്ടുള്ള വഴിയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ എന്തായാലും വിശ്വസിക്കുന്നില്ല. പിന്നെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാന്നേ. 9 സമൻസാണ് അരവിന്ദ് കെജ്രിവാളിന് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ. ഇവർ പറയുന്നുണ്ടല്ലോ ഇലക്ഷൻ സമയമായപ്പോഴാണ് ഈ പറയുന്ന പോലെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ സമൻസ് അയക്കുകയല്ലേ, 9 സമൻസ് അയച്ചില്ലേ അദ്ദേഹത്തിന് ആദ്യമേ പോയി ഹാജരാകാമായിരുന്നല്ലോ. അദ്ദേഹം അതിന് പകരം കോടതിയിൽ പോയി അവിടെ കുത്തിമറിഞ്ഞ് പിന്നെ അവസാനം എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതിയോട് പറഞ്ഞു. കോടതി പറഞ്ഞു അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, താങ്കൾ പോയിട്ട് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാവുക, അവർക്ക് ചോദിക്കാനുള്ളതിന് മറുപടി പറയുക, കുഴപ്പമാണെന്നുണ്ടെങ്കിൽ താങ്കൾ ജയിലിൽ പോകും, ഇതിന്റെ അപ്പുറത്തേക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് കോടതി വരെ പറയുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ നമ്മുടെ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ പ്രവചന സ്വഭാവത്തോടുകൂടി സംസാരിച്ചു എന്ന്. ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു യാത്ര നിങ്ങൾ നോക്കി നോക്കണം. 2012 മുതൽ 2024 വരെയുള്ള 12 വർഷം കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്ഥലത്ത് എവിടെയാണ് ഉറച്ചു നിന്നിട്ടുള്ളത്? അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഹകരണത്തിന് പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ട്വീറ്റുകൾ ഇപ്പം സർഫസ് ചെയ്ത് വരുന്നുണ്ട്. എന്താണ്, എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ ജയിലിൽ പോകുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഒരു വളരെ രസകരമായ സാധനം. അദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ ജയിലിൽ പോകുന്നില്ല, ഇവരെല്ലാവരും അഴിമതി കാണിക്കുന്നുണ്ട്, ഇവർ ജയിലിൽ പോകുന്നില്ല. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ പോലും അഴിമതി ചെയ്യുമ്പോൾ ജയിലിൽ പോകാത്തതെന്നാണ്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും പ്രതിപക്ഷത്തിരിക്കുന്നയാൾ അഴിമതി ചെയ്യുമ്പോൾ ജയിലിൽ പോകുന്നില്ല എന്നൊരു കാരണം പറഞ്ഞ് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി പ്രതിപക്ഷത്ത് കയറിയിരുന്ന് സ്വന്തമായി ജയിലിൽ പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് അരവിന്ദ് കെജ്രിവാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ചേഞ്ച് അടുത്ത വാചകമായിട്ട് വിജയൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. മഞ്ജുഷ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഇത്രയും വലിയ ചേഞ്ച് വരുന്നത്. അതിനു മുമ്പ് വരെ അദ്ദേഹം ഇത്രയും വലിയ ഈ പറയുന്ന ലാലു പ്രസാദ് യാദവുമായിട്ടും മറ്റേ ഇവരുമായിട്ട് എല്ലാവരുമായിട്ടും കയറി കമ്പൈൻ ചെയ്യാൻ കേജ്രിവാളിന് അറിയാമല്ലോ. കേജ്രിവാൾ വന്നിരിക്കുന്ന ഈ ലാലുവിനെ പോലെയുള്ള അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്കെതിരായിട്ട് വലിയ വലിയ സിദ്ധാന്തങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം കയറി വന്നതെന്ന്. അവരുമായിട്ട് സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. പക്ഷെ അദ്ദേഹത്തിന് അറിയാം മദ്യനയത്തിൽ അദ്ദേഹത്തിന് പിഴച്ചു, അദ്ദേഹത്തിന് കൃത്യമായിട്ട് എവിഡൻസോടുകൂടി പിടിക്കപ്പെടേണ്ടിടത്ത് അദ്ദേഹം പിടിക്കപ്പെട്ട് കഴിഞ്ഞു, താൻ ജയിലിൽ പോകുന്ന അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ മറ്റുള്ളവരുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം വേദിയിൽ വന്ന് നിന്നിട്ട് ഞാൻ ജയിലിൽ പോവും, ഇവര് ജയിലിൽ പോവും, അവര് ജയിലിൽ പോകും എന്നൊക്കെ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ജയിലിലേക്ക് പോകാൻ പോവുകയാണെന്നുള്ള കാര്യം. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ പ്രവചന സ്വഭാവമുള്ള സാധനം അദ്ദേഹം പറഞ്ഞത്. അതൊരു പ്രവചന സ്വഭാവമായിട്ട് തന്നെ വരാനാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ സാധ്യത ഞാൻ കാണുന്നത്. ഒന്നൊന്നായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരി, ശ്രീ CR നീലകണ്ഠൻ, ഈ പ്രതിപക്ഷത്തുള്ളവർ എന്തുകൊണ്ട് ജയിലിൽ പോകുന്നില്ല? അതിന് കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഡീലാണ്. ഇത് മുൻപ് ഇവിടെ കെജ്രിവാൾ മാത്രമല്ല പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പല സംശയങ്ങളും ഉയർന്നിട്ടുള്ളതാണ്. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തായിരുന്നു പ്രധാനം. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തായിരുന്നു ഇത്. കാരണം ആരും ജയിലിൽ പോകുന്നില്ല, ആർക്കെതിരെയും അന്വേഷണം പൂർത്തിയാവുന്നില്ല. അപ്പോൾ ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ മറിച്ച് സംഭവിച്ചു. കേൾക്കുന്നില്ലേ? കേട്ടില്ലേ? അല്ല, BJP ഭരിക്കുന്ന സമയത്ത് അത് മറിച്ച് സംഭവിച്ചു. അതാണ് യുവരാജ് ഗോകുൽ പറയുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരാം. ഞാൻ കെജ്രിവാളിനെ 100% പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തി, രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്ന ആളല്ല. ഞാൻ കെജ്രിവാളിന്റെ കൂടെ 3 കൊല്ലം നിന്ന ആളാണ്. എനിക്ക് എന്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ കെജ്രിവാളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് അത് ഞാൻ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ പ്രശ്നം. ഞാൻ CPM ഉണ്ടായിരുന്ന ആളാണ്. CPM-ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ 2006 CPM പോകുന്ന ആളാണ്. അപ്പൊ എന്റെ പോയിന്റ് അത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കെജ്രിവാൾ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ, കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞിരുന്നില്ലേ? എനിക്ക് BJP-ക്കാരോട് സഹതാപമാണുള്ളത്. കാരണം ഇപ്പോ ബീഹാർ എന്ന് പറയുന്ന ഒറ്റ സംസ്ഥാനത്ത് കഴിഞ്ഞ 6 മാസം മുമ്പ് എന്താണ് നിതീഷ് കുമാർ പറഞ്ഞത് എന്ന് ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ അദ്ദേഹം ഇന്ത്യ മുഖ്യമന്ത്രിയുടെ നേതാവായിരുന്നുകൊണ്ട് മോദി ഒരിക്കലും ഇന്ത്യയിൽ ഭരിക്കാൻ പാടില്ല, അത്ര കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ ആളാണ്. ഒരുപാട് പേർ, പ്രഫുൽ പട്ടേല്, ഞാൻ എല്ലാവരുടെയും വീഡിയോ നമുക്ക് വേണ്ടിയിരിക്കാം. അപ്പോ എതിര് പറഞ്ഞ ഒരാൾ പിന്നെ ഒരിക്കലും എന്തിനാ PDP എന്ന് പറയുന്ന കാശ്മീരിലെ രാഷ്ട്രീയ കക്ഷിയുമായി മുന്നണി ഉണ്ടാക്കി ഭരണം നടത്തിയ ആളുകളാണ് BJP. ഞാൻ പറഞ്ഞത് ആ ഐക്യം ഒക്കെ പോട്ടെ, ഇപ്പൊ BJD-യുമായി സഖ്യം ഉണ്ടാക്കണം, BJD-യുമായി തർക്കം ഉണ്ടാകണം. രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ആരോപണങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. കെജ്രിവാൾ പാർട്ടി ഒരു വ്യത്യാസമുള്ള പാർട്ടി എന്ന്
പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടല്ലേ BJP-ക്കാർ ഇന്ത്യ രാജ്യത്ത് വന്നത്. പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു വന്ന ആളുകൾക്ക് എന്ത് ഡിഫറൻസ് ഉള്ളത്? ഇപ്പൊ ഡിഫറൻസ് ഉണ്ട്. കാരണം അടിയന്തരാവസ്ഥയേക്കാൾ മോശമായ രൂപത്തിൽ ഭരണകൂട ഉപകരണങ്ങളെ ഉപയോഗിക്കുകയും അതിനെ നിലവാരം കുറയ്ക്കുകയും ചെയ്യുന്ന നയമാണ് ഇപ്പൊ BJP ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനതാ നേരത്തെ പറഞ്ഞേ, കോടതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയിൽ കോടതി സമ്മതിച്ചത് എല്ലാവരും ജയിലിട്ടോളാൻ പറഞ്ഞു. ആരെങ്കിലും വിട്ടോ? ജയപ്രകാശ് നാരായണനെ ആരെങ്കിലും പുറത്തു വിട്ടോ? ആരും വിട്ടില്ലേ. കോടതിയിൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. നിങ്ങളൊക്കെ അല്ല സിആർ, നിങ്ങളൊക്കെ ഇങ്ങനെ പ്രതീക്ഷ കൈവിടുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ എക്സാലോജിക് CMR ഇടപാടിൽ നിന്നും ഒരിക്കലും ഒരു സത്യവും പുറത്തു വരാൻ പോകുന്നില്ല. ഇവിടെ കോൺഗ്രസ് ആശ്രയിക്കുന്നത് ഭയങ്കര തമാശയാണ്. സംസ്ഥാന വിജിലൻസിനെയാണ് ആശ്രയിക്കുന്നത്. എന്നിട്ട് മേനി പറയുകയാണ് ഞങ്ങൾ പരാതി കൊടുത്തുവല്ലോ എന്ന്. ആകെ ഈ ഷോൺ ജോർജ് പുറകെ നടക്കുന്നത് കൊണ്ട് ഇത്രയുമെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഷോൺ ജോർജിന്റെ ഹർജിയെ പിന്താങ്ങിയ ആളാണ്. വേറെ ഒന്നും കൊണ്ടുമല്ല. ഷോൺ ജോർജ് BJP ആണോ വേറെയാണോ എന്നുള്ളതല്ല. ഷോൺ ജോർജ് ആരാണെങ്കിലും, ഞാനും അതുപോലെ പല ഹർജിയും കൊടുത്തിട്ടുണ്ട്, പലപ്പോഴും കോടതിയിൽ പോയിട്ടുണ്ട് അഴിമതിക്കെതിരായി. അതിലെ ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്നത് പിണറായി വിജയനോ കെജ്രിവാളോ മോഡിയോ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും നേരത്തെ BJP ഞങ്ങളുടെ ആളുകളൊക്കെ മിടുക്കന്മാരാ, അത് ഞങ്ങൾക്കറിയാം. BJP നേതാക്കന്മാരൊക്കെ ഭയങ്കര മിടുക്കന്മാരാ നമുക്കറിയാം. കാരണം ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ED അന്വേഷണവും ബോണ്ട് കിട്ടിയതും തമ്മിലുള്ള താരതമ്യം ഇപ്പൊ എല്ലാം പുറത്തേക്ക് വന്നു. ED അന്വേഷിച്ചാൽ ബോണ്ട് കിട്ടിയാൽ BD അന്വേഷണം നിൽക്കും. ഇതൊക്കെ വലിയ മിടുക്കാണ്. ഞാനത് മിടുക്കല്ലാന്ന് പറയില്ല, അതൊക്കെ മിടുക്കാണ്. ഇവിടെ അത് തന്നെയാണ്. നേരത്തെ ശ്രീകുമാറും ഞാനും പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, കേരളത്തിൽ നിങ്ങൾ ചോദിച്ചല്ലോ ഇപ്പോ വീണ വിജയന്റെ വിഷയം. വീണ വിജയനെ ഇതുവരെ മര്യാദയ്ക്ക് ചോദ്യം ചെയ്തിട്ടുള്ളല്ലോ. അവര് അറസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അങ്ങോട്ടൊന്നും പോകണ്ടല്ലോ. വീണ വിജയനെ എതിരെ ഒരു പരാതി വരുന്നു, അതിനോട് ചോദ്യം ചെയ്യാൻ ED വിളിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി. അതുപോലെ പിണറായി വിജയനെ വിളിച്ചിട്ട് പോലും വിളിച്ചിട്ടില്ല. BJP-യുടെ സുഹൃത്ത് വലിയ വർത്താനം പറഞ്ഞല്ലോ. ഇത്രയും കാര്യം ഉണ്ടായിട്ട് ഒരു കൊല്ലല്ല, 3-3.5 കൊല്ലായി. 3-3.5 കൊല്ലം. ഇനി കെജ്രിവാളിനെതിരെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിച്ചോന്ന്. എന്റെ ചോദ്യം, കഴിഞ്ഞ 10 വർഷമായി മോഡി ഭരിച്ചിട്ട് എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടായി? 10 വർഷം കൊണ്ട്. ചെറിയ കാലമൊന്നുമല്ല, 6 മാസം കൊണ്ടുള്ള കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. അതിനു മുമ്പ് വലിയ അഴിമതി ആരോപണം 2G ആണെങ്കിലും വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും അതെല്ലാം കോമൺവെൽത്ത് ആണെങ്കിലും ഒക്കെ കഴിഞ്ഞല്ലോ. എത്ര പേർ ശിക്ഷിക്കപ്പെട്ടത്? ശരി, യുവരാജ്, എത്ര പേര് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള ചോദ്യം അല്ലല്ല, 2G കേസ് ഉൾപ്പെടെ വീണ്ടും കോടതിയിൽ തന്നെയല്ലേ നിൽക്കുന്നത്, ഹൈക്കോടതിയിൽ തന്നെയല്ലേ നിൽക്കുന്നത്. നമ്മുടെ കോടതികളിൽ നടക്കുന്ന വ്യവഹാര വ്യവസ്ഥ അദ്ദേഹത്തിന് അറിയാത്തൊന്നുമല്ലല്ലോ. നമ്മുടെ കോടതികളിൽ നടക്കുന്ന വ്യവഹാര വ്യവസ്ഥ അദ്ദേഹത്തിന് അറിയാത്തൊന്നുമല്ലല്ലോ. രാഹുൽ ഗാന്ധി ജാമ്യത്തിലാണ് ഇറങ്ങി നടക്കുന്നത്, സോണിയാഗാന്ധി ജാമ്യത്തിലാണ് ഇറങ്ങി നടക്കുന്നത്, ചിദംബരം ജാമ്യത്തിലാണ് നടക്കുന്നത്, ശശി തരൂർ ജാമ്യത്തിലാണ് നടക്കുന്നത്. ഇവരെ എല്ലാവരും വെറുതെ വിട്ടിട്ടൊന്നുമില്ലല്ലോ. കേസിന്റെ വഴിക്ക് പോകുന്നുണ്ട് സാർ. സാറിന് അറിയാത്തൊന്നുമല്ലല്ലോ ആ കാര്യം. അല്ല, നിങ്ങളൊരു അഴിമതി പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് അയാളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരെയും സാർ ഇവരോട് ആരോടും പൊളിറ്റിക്കലി കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല. ആ കേസുകളെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഡൽഹിയിൽ 350 പേജുള്ള ഒരു സാധനം ഉയർത്തിക്കാട്ടി ഷീലാ ദീക്ഷിത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, തെളിവുകളാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആളാണല്ലോ സാറിന്റെ അരവിന്ദ് കെജ്രിവാൾ. അത് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞേ, എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്തായാലും BJP അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല സാർ. അല്ലല്ല, അത് അങ്ങോട്ട് പറയണം. മോഡി ചെയ്ത ഏറ്റവും വലിയൊരു തെമ്മാടിത്തരം ഞാൻ തന്നെ പറയും. എന്താ കാര്യം? സംസ്ഥാന സർക്കാരിന് അഴിമതി അന്വേഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് ഡൽഹി നിയമത്തിൽ മാറ്റം വരുത്തി. അങ്ങ് അന്വേഷിക്കൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ട് വേറെ പോകാൻ വഴിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ തുറന്നു പറഞ്ഞാണ് എന്റെ കയ്യിൽ തെളിവില്ലാന്ന്. ഒരു അധികാരമില്ല. അവിടുത്തെ പോലീസ് ഇല്ല, വിജിലൻസ് അത് പോലീസ് അതിന് മുമ്പും ഇല്ലല്ലോ. പോലീസ് അതിന് മുമ്പ് ഡൽഹി ഭരണകൂടത്തിന്റെ കയ്യിലില്ലല്ലോ, ഡൽഹി CM-ന്റെ കയ്യിലില്ലല്ലോ. കേജ്രിവാൾ വന്നപ്പോ എടുത്തു മാറ്റിയതല്ലോ സാർ. അല്ല, ആര് പറഞ്ഞു സാർ? ഷീലാ ദീക്ഷിത് പോലീസ് എന്റെ കയ്യിൽ അല്ല എന്ന് പറഞ്ഞപ്പോ അതിനെതിരായിട്ട് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഇങ്ങനെ കരയുന്ന ഒരു മുഖ്യമന്ത്രിയല്ല നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടല്ലേ അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയത്. സാർ എന്തായി പറയുന്നത്? ഉള്ള അധികാരം പോലും എടുത്തു മാറ്റി. എന്തധികാരം? നമുക്ക് കേരളത്തിലേക്ക് വരാം. ശ്രീ പ്രൊഫസർ B ജയരാജ് പ്രവചന സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്തത് ED-യുടെ നോട്ടത്തിൽ വരാൻ പോകുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ലേ? അന്വേഷണം നേരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അത്ര വേട്ടയാടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അടുത്ത സമയത്താണല്ലോ DK ശിവകുമാറിനെ ഒഴിവാക്കിയത് കേസുകളിൽ നിന്നുള്ള ഹൈക്കോടതി. അതുപോലെ തന്നെ ഇന്നലെ കാർത്തി ചിദംബരത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ ചൈനക്കാർക്ക് വിസ കൊടുത്തെന്ന് പറഞ്ഞ്
പുതിയൊരു കേസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മണി ലോണ്ടറി ആക്ടിന്റെ പ്രകാരം കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കാർത്തി ചിദംബരത്തിനെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാവിധ അംഗീകാരങ്ങളും എല്ലാവിധ നിയമങ്ങളും അനുസരിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ മസാല ബോണ്ട് എടുത്തിരിക്കുന്നത്. ആ മസാല ബോണ്ടിനെതിരെ അന്വേഷണത്തിന്റെ പേരിലാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അവരുടെ ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഫ്രിഞ്ച് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊളിറ്റിക്കൽ എത്തിക്സിനെ കുറിച്ചൊക്കെ BJPയുടെ പ്രതിനിധി പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. ഈ വാട്സാപ്പ് എവിഡൻസ്, ഇലക്ട്രോണിക് എവിഡൻസ് എന്നൊക്കെ പറയുമ്പോൾ അർബൻ നക്സലുകൾ എന്നൊക്കെ പറഞ്ഞ് UAPയെ ചുമത്തിയിട്ടിരിക്കുന്ന എത്ര വിചാരണ തടവുകാരുണ്ടെന്നറിയോ? എന്തിന് ഏറ്റവും ഒടുവിൽ സായിബാബയുടെ ഇതിനകത്ത് ഇംപ്ലാന്റ് ചെയ്തു. അപ്പൊ കേരളത്തിൽ UAPയെ ചുമത്തിയവരേക്ക് എന്ത് ചെയ്തു സാർ? ജയരാജ് സഖാവേ, ഈ കേരളത്തിൽ UAPയെ ചുമത്തിയവരേക്ക് എന്ത് ചെയ്തു? അപ്പോ അലനൻ താഹേക്ക് കേരളത്തിൽ UAPയെ ചുമത്തിയതൊക്കെ അലനൻ താഹയുടെ കേസാണെങ്കിൽ അന്വേഷണം അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം അതേപോലെ അങ്ങനെ എത്രയധികം എന്റെ കൂടെ പഠിച്ചിരുന്ന പല ആളുകളും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും പഠിച്ചിട്ടുള്ള എന്റെ കൂടെ പഠിച്ചിരുന്ന പല സഹപാഠികളെയും ഇത്തരം വീട്ടുകാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അർബൻ നക്സലുകൾ എന്ന് പറഞ്ഞ് ജയിലിലടച്ചിട്ടുണ്ട്. എത്രയധികം പത്രസ്ഥാപനങ്ങളെ പൂട്ടിടിപ്പിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥയെക്കാളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു. ഗവർണർ ഉപയോഗിച്ച് പാരലൽ ഭരണം നടത്താൻ ശ്രമിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? എന്നിട്ടാണ് പൊളിറ്റിക്കൽ എത്തിക്സിനെ കുറിച്ച് പറയാനുള്ളത്. നാണമില്ലേ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എത്തിക്സിനെ കുറിച്ച് സംസാരിക്കാൻ? BJP പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, എന്ത് എത്തിക്സ് ആണ് ഇവർക്കുള്ളത്? എന്ത് മോറൽ നിങ്ങളുടെ കേസിനകത്ത് നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. 1.72 കോടി രൂപയ്ക്ക് വാങ്ങി കൊടുത്തിരിക്കുന്ന സേവനം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി, നിങ്ങളുടെ പ്രശ്നം തീരും. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിഫ് ഹൗസിലേക്ക് വരേണ്ട കാര്യമില്ല, വീണയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ആൾക്കാർ പൊതുജനം നിങ്ങളോട് ചോദിക്കുകയാണ്, 1.72 കോടി രൂപയ്ക്ക് നിങ്ങൾ കൊടുത്ത സേവനം എന്താണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ എത്തിക്സോടുകൂടി അങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾ കൊടുത്ത സേവനം എന്താണെന്ന് കാര്യം. ലോകരുടെ കാലൊടിഞ്ഞത് മാറ്റി വയ്ക്കാനാണെന്നൊന്നും പറയരുത്. അത് പൊതുജനം വിശ്വസിക്കുന്ന സാധനമല്ല. സർഫെക്സിൽ വാങ്ങിച്ചതാണെന്നും പറയരുത്. നിങ്ങൾ കൊടുത്ത സേവനം എന്താണ്? വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കമ്പനിയായ എക്സാലോജിക്ക് CMRL എന്ന് പറയുന്ന കമ്പനിക്ക് 1.72 കോടി രൂപയ്ക്ക് കൊടുത്ത സേവനം എന്താണ്? അത് മാത്രമാണ് ചോദ്യം. നിങ്ങൾ നാണം മറയ്ക്കാൻ വേണ്ടി ഡൽഹിയിലേക്കും കേജ്രിവാളിന്റെ അടുത്തേക്കും ഒന്നും ഓടിയിട്ട് കാര്യമില്ല. അവർ ഓൾറെഡി പെട്ടുകഴിഞ്ഞു. കൃത്യമായ എവിഡൻസ് അവിടെ ഉണ്ട്. അവര് പെട്ടുകഴിഞ്ഞു. നിങ്ങൾ അടുത്തത് പെടും. അതുകൊണ്ട് മര്യാദകൾ എന്താന്ന് പറയുക. പിന്നെ തോമസ് ഐസക്കിനെ മസാല ബോണ്ട് വിഷയത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 6 or 7 സമൻസ് അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയി മൊഴി കൊടുക്കുക. ഈ മസാല ബോണ്ടിന് ഏത് കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? അവരുടെ കയ്യിൽ നിന്ന് എത്ര രൂപയ്ക്കാണ് ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ വാങ്ങിയിട്ടിരിക്കുന്നത്? അങ്ങനെ അവർക്ക് ഇത്രയും കൂടിയ തുക പലിശ കൊടുത്ത് ആ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന മന്ത്രിസഭയോ തോമസ് ഐസക്കോ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയണം. ഇത്രേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. ജയരാജ്, താങ്കൾ ഈ അന്വേഷണം നടത്തുന്നത് CPM-നെ നിശബ്ദരാക്കാനാണ്, ആക്രമിക്കാനാണ്, തെരഞ്ഞെടുപ്പ് സമയത്തെ സ്റ്റണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ നേരത്തെയും ചോദിച്ചു, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. ഇടപാട് തോമസ് ഐസക്കിന്റെ കാര്യമാണെങ്കിൽ തോമസ് ഐസക് ഇതുവരെ EDക്ക് മുന്നിൽ പോകുവാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ 6ാമത്തെ തവണയാണല്ലോ വന്നിരിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് ഇവിടെ കിഫ്ബിയുടെ ഓഫീസിൽ കയറി ഇറങ്ങിയത്? അവിടുത്തെ കിഫ്ബിയുടെ ഓഫീസിൽ അവരെ ഹരാസ്മെന്റ് നേരിട്ട സ്ത്രീകൾ വരെ അതിനെക്കുറിച്ച് പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നാളെ വെളിയിൽ വരുത്തേ ഉള്ളൂ. കളരേഖകൾ കൊണ്ടൊന്ന് വെച്ചിട്ട് കള്ളക്കേസ് എടുക്കാനൊന്നും അല്ല ഇത്തരം ഏജൻസികളെ, അല്ലെങ്കിൽ ബോണ്ട് പിരിക്കാൻ വേണ്ടി ഹഫ്ത പിരിക്കുന്ന ഏജൻസികളായിട്ട് ഗുണ്ടാ പിരിവുകാരായിട്ട് ഈ ഏജൻസികളെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണെന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ ഈ ഇലക്ട്രൽ ബോണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1% വോട്ട് വേണം. അത് ഇല്ലാത്തവർ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് വേണ്ട എന്നുള്ളത് നയപരമല്ല. 1% വോട്ട് വേണം. ഇല്ലാത്തവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നയപരമായ തീരുമാനമായിരിക്കും. നയപരമായ തീരുമാനം ശരിയാണെന്ന് തെളിയുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ 1%ന്റെ കണക്കുമായി താങ്കൾ വരുന്നത്? 1% വോട്ട്
താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇടതുപക്ഷ പാർട്ടികൾക്ക് പലതിനും അതില്ല. അതുകൊണ്ടാണ് വാങ്ങാത്തത്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കൈതോലപ്പായയിൽ പൊതിഞ്ഞോണ്ട് പോകുന്നത്. എനിക്കറിയില്ല, പല ഇടതുപക്ഷ പാർട്ടികൾക്കും ഇല്ല, അതാണ് പ്രശ്നം. ഞാൻ CPM എന്ന് പറഞ്ഞില്ല, പല ഇടതുപക്ഷ പാർട്ടികൾക്കും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കൈതോലപ്പായ. ഞാൻ ചോദിച്ച ചോദ്യം അല്ല, നിങ്ങൾ പറയുന്നുണ്ട് അല്ലല്ല ഈ വേട്ടയാടലാണെന്ന്. ആയിക്കോട്ടെ, പക്ഷെ എന്താണ് നടക്കുന്നത്, എന്താണ് സേവനം എന്നൊക്കെ ഒന്ന് തുറന്നു പറയാമല്ലോ. അത് പറയാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി ഒന്ന് അന്വേഷിക്കണ്ടേ? ഇതൊക്കെ പുറത്തു വരണ്ടേ? പൊറാട്ട നാടകത്തെക്കാൾ കഷ്ടമാണെന്നേ. ശരി, ശ്രീ എൻ ശ്രീകുമാർ, CPM-നെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഇപ്പോൾ ജയരാജ് പറയുന്നു, പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, CPM പറയുന്നതും UDF പറയുന്നതും ഒക്കെ ഒരേ ശബ്ദം തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. അല്ല, അത് കാരണം UDF ഇതിൽ വലിയ ആവേശം കൊള്ളുന്നില്ല മഞ്ജുഷ. ഈ ED അന്വേഷണത്തിൽ അവർ വരട്ടെ. കാരണം UDF-ന് കാര്യം മനസ്സിലായി. എന്താ അറിയാമോ, ഞാൻ നേരത്തെ ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്, ED-യെ വളരെ അപഹസിച്ചിട്ടുണ്ട്, കൂലിപ്പണിയോ എന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗോവിന്ദ മാഷാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാ പറയുന്നത് ED-യെ കുറിച്ചിട്ട്. അപ്പൊ പിന്നെ ഈ BJP അത് സഹിക്കും. എന്താ കാരണം അറിയാമോ, BJPക്ക് ഇവിടെ കോൺഗ്രസ് ഒറ്റക്കക്ഷിയാകാൻ പാടില്ല കേന്ദ്രത്തില്. ഇവിടെ BJP ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ഞാൻ കാര്യം പറയട്ടെ, CPM ഇതിൽ പ്രതിരോധത്തിലാവുന്ന മഞ്ജുഷ ചോദിച്ചല്ലോ. CPM-നെ ന്യായീകരിക്കാൻ പറ്റില്ല, കാരണം ജനങ്ങൾ വിശ്വസിക്കില്ല. എന്താ കാരണം, കെജ്രിവാളിനെതിരെയും DK ശിവകുമാറിനെതിരെയും അതുപോലെയുള്ള ദേശീയ നേതാക്കൾക്കെതിരെയുള്ള ED അന്വേഷണം എന്ന് പറയുന്ന ആ നേതാക്കൾക്കെതിരെയാണ്. ഒരു പരിധി നേരത്തെ CR നീലകണ്ഠൻ പറഞ്ഞ പോലെ മസാല ബോണ്ട് കാര്യത്തിലെ തോമസ് ഐസക് നേരിടുന്നത് ഒരു നയപരമായ വിഷയം നമുക്ക് വേണ്ടതിൽ കൊണ്ടുവരാൻ, മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിൽ കൊണ്ടുവരാം. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇവിടെ ഒരു 2 കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ CPM എങ്ങനെ പെട്ടു? അത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഒരു കമ്പനിയുടെ. എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെയാണ്. അതുപോലെ CMRL വേറൊരാളുടെയാണ്. അതിൽ KSIDC ഒരു പങ്കാളിയാണ്. ഇതൊരു സാമ്പത്തിക ഇടപാടാണ്. ഈ സാമ്പത്തിക ഇടപാടിൽ നടത്തുന്ന അന്വേഷണവും DK ശിവകുമാറിനെതിരെയും കെജ്രിവാളിനെതിരെയും നടത്തുന്ന അന്വേഷണവും താരതമ്യം ചെയ്യരുത്. കാരണം അതിന്റെ മറവിൽ CPM രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അത് തെറ്റാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം അത് വരികയാണെങ്കിൽ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് അവർ നേരിടട്ടെ. ഇത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അന്വേഷണം അല്ലല്ലോ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ അന്വേഷണം വന്നിട്ടില്ലേ? അന്വേഷണം വന്നിട്ടില്ലേ? അന്വേഷണം വന്നിട്ടില്ലേ? ഇത് ചരിത്രത്തിൽ നടക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. അവരെ നേരിട്ട് ആക്രമിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവരുടെ മക്കളെ ആക്രമിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് സ്ഥിരമായി അത് കോൺഗ്രസ് പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പൊ BJP പിന്തുടരുന്നേ ഉള്ളൂ. അല്ലാതെ ബഹളം വെക്കല്ലേ. ഞാൻ പറയട്ടെ ബഹളം വെക്കല്ലേ. അതായത് അതിന് ഇക്വേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണ്. നല്ല അഴിമതി, ആ ഇടപാട് നല്ല ഇടപാട്. കേരളത്തിന് പുറത്താണ് CBI മോശം, കേരളത്തിനകത്ത് വരുമ്പോ CBI. ഇതാണ് ഇരട്ടത്താപ്പ്, കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണിത്. കേരളത്തിന് പുറത്താണ് CBI മോശം, കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ CBI ഏറ്റവും നല്ലത്, അന്വേഷണ ഏജൻസികളെല്ലാം നല്ലത് എന്നുള്ള ന്യായം ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കരുതേ. ഡോക്ടർ ജയരാജ്, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി വേറെ വിഷയത്തിൽ പോയി. നിങ്ങളൊരു ബഹളം വയ്ക്കാതിരിക്കും സുഹൃത്തെ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങളൊന്ന് ബഹളം വയ്ക്കാതിരിക്കും. നിങ്ങൾ CPM-നെ ന്യായീകരിച്ചോളൂ, ഞാൻ പറഞ്ഞ സമയത്ത് ന്യായീകരിക്കണ്ട. ഞാൻ പറയുന്നത് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയുടെ കാര്യത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്ത് സംഭവിച്ചു? അത് കൊടുക്കാൻ വൈകി, എന്നിട്ട് 3 പേരെ സസ്പെൻഡ് ചെയ്തു. ഇതാണ് നിങ്ങളുടെ അന്വേഷണം, അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് കേന്ദ്രത്തിന്റെ അന്വേഷണം UDF കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP CPM-ഉം ഇതൊക്കെ പരസ്പരം ഇടപാട് കൊണ്ടുവരുന്നതിനോട് UDF അതിന്റെ പിന്നാലെ പോവില്ല. കാരണം പ്രേമേന്ദ്രന്റെ കാര്യം ആവർത്തിച്ച് എന്തിനാണ് പറയുന്നത്? ആദ്യവും താങ്കൾ പറഞ്ഞു പ്രേമേന്ദ്രന്റെ കാര്യം. ഞാൻ പറയട്ടെ. അതായത് പ്രേമേന്ദ്രന്റെ കാര്യം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേമേന്ദ്രൻ ഡൽഹി പോയിട്ട് നരേന്ദ്രമോദിയെ കണ്ടുവന്നോ? അദ്ദേഹത്തെ കൊല്ലത്ത് പ്രേമേന്ദ്രനെ തോൽപ്പിക്കൂ. നിങ്ങൾ തോൽപ്പിക്കുക. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, മുകേഷ് ഉണ്ടല്ലോ, തോൽപ്പിച്ച് കാണിക്കൂ. പറഞ്ഞ സമയങ്ങളല്ലേ അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം ഇത് പാർട്ടി കാര്യമല്ല, പാർട്ടി നേതാക്കളുടെ കാര്യമല്ല, ഭരണാധികാരികളുടെ കാര്യമല്ല. ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരംഗം നടത്തുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ പാർട്ടി എങ്ങനെ ചെന്നു പെട്ടു?
പാർട്ടിക്ക് എന്തുകൊണ്ട് തലയൂരാൻ പറ്റുന്നില്ല? LDF എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ജനങ്ങൾക്കറിയാം. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഈ തർക്കങ്ങൾക്കിടയിൽ ജനകീയ വിഷയങ്ങൾ മറക്കുകയാണ്. അത് തർക്കം സമ്മതിക്കില്ല. അതാണ് ഞാൻ ഈ നമ്മുടെ ശരി, UDF അതുകൊണ്ട് അതിൽ ആവേശം കൊള്ളാത്തത് ശരിയാണ്, അത് മനസ്സിലായി. ശരി ശ്രീകുമാർ, UDF അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആവേശം കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് ED അന്വേഷണത്തെ പറ്റി ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. ജയരാജ്, പക്ഷേ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി, അതാണ് പ്രശ്നം. ശ്രീ യുവരാജ് ഗോകുൽ. അല്ല, ഇതിൻ്റെ അകത്ത് ഒന്ന് CPM ഇപ്പം ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം. ഞാൻ വീണ്ടും പറയുകയാണ്, കൊടുത്ത സേവനം എന്താണ് എന്ന് കൃത്യമായിട്ട് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ നമ്മൾ റോക്കറ്റ് സയൻസ് പറയേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. വീണയുടെ കമ്പനി എന്താണ് സേവനം കൊടുത്തത് അത് പറയുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. അത് ചോദിക്കുമ്പോൾ അതിന് പകരം കേജ്രിവാള്, അത് ഇത്, ആ വാള്, ഈ വാള്, അരിവാള്, ചുറ്റിക, അന്വേഷണമാണ് SFIO നടത്തേണ്ടത്, അതിനു മുൻപ് റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെ. SFIO വീണ വിജയനോട് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ കൊടുക്കുവാൻ അവരുടെ കയ്യിലില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇടക്കാല റിപ്പോർട്ടായിട്ട് പോയതും ED അന്വേഷണം ഏറ്റെടുത്തതും. എന്ന് വെച്ചാൽ SFIOയുടെ അന്വേഷണം തീർന്നിട്ടില്ല, അവരുടെ അന്വേഷണം തുടരുകയുമാണ്. ശ്രീ ജയരാജ്, തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത്. പക്ഷേ ഇതുവരെ ഒരു കാര്യവും അന്വേഷണ ഏജൻസികൾക്ക് നൽകാൻ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് പറ്റിയില്ല. CMRL കൊടുത്തതൊന്നും അതൊന്നും കൃത്യമല്ല എന്നുള്ള കാര്യം അത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തന്നെ കണ്ടെത്തിയതാണ്. അതുമാത്രമല്ല, കർണാടക ഹൈക്കോടതിയിലേക്ക് പോലും പോയതാണല്ലോ. എന്തുകൊണ്ട് കോടതി അത് വിശ്വാസത്തിലെടുത്തില്ല? ഇതിനകത്ത് CMRL കൊടുത്ത റിട്ട് 5% മാത്രമേ ഓഹരികളുള്ളൂ എന്നുള്ള ഒരു വിഷയത്തിനകത്താണ് ആ റിട്ട് തള്ളിപ്പോയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റു രണ്ട് വിഷയങ്ങൾ, അന്വേഷണം നടത്തരുതെന്ന് സാധാരണഗതിയിൽ ഒരു കോടതി ഒരു കേസിന്റെ കാര്യവും പറയത്തില്ല. അങ്ങനെ ആരെന്ത് അപ്പീൽ കൊടുത്താലും സാധാരണഗതിയിൽ അങ്ങനെ പറയാറില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമേ ഉപരി കോടതി ശ്രീ B ജയരാജ്, ആ കർണാടക ഹൈക്കോടതിയിൽ പോയത് നന്നായി. അതുകൊണ്ട് പൊതുസമൂഹത്തിന് കുറെ കാര്യങ്ങൾ ആ കോടതി വിധി പുറത്തു വന്നപ്പോൾ മനസ്സിലായി. ഈ AKG സെന്റർ വിലാസം കൊടുത്തതും അതിന് പിഴ ഈടാക്കപ്പെട്ടതും അതിനുശേഷം EDയുടെ അന്വേഷണം 2021 നടന്നതും അങ്ങനെ തുടർച്ചയായുള്ള ക്രമക്കേടുകൾ പൊതുസമൂഹത്തിന് ബോധ്യമായി. അതിനൊന്നും മറുപടിയില്ല. പറയേണ്ടി വരുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും. അങ്ങനെയൊക്കെ പറഞ്ഞേക്കല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BJP ഒക്കെ രക്ഷപ്പെടാൻ പോണേ. BJP രക്ഷപ്പെടാൻ പോണേ. നാളെ കേജ്രിവാളിന് ജാമ്യം കൊടുത്താൽ കോടതിയൊക്കെ ഇങ്ങനെയാണെന്ന് CPM-കാരൻ തന്നെ പറഞ്ഞു എന്ന് പറയും. അത് വേണ്ട. അങ്ങനെയല്ല, അല്പമെങ്കിലും ഒരു പ്രതീക്ഷ, ഒരു തരി പ്രതീക്ഷയുണ്ട് കോടതികളില്. ആ പ്രതീക്ഷ നശിപ്പിക്കുന്ന രീതിയിൽ ചില കോണുകളിലെങ്കിലും ഉണ്ടാവുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ള അനുകൂല വിധികൾ വരുന്നത്. അങ്ങനെയാണല്ലോ, പ്രതികൂലമായിട്ട് വിധി വന്നു കഴിഞ്ഞാൽ കോടതിയെ തള്ളിപ്പറയും. അത് സംഭവിച്ചിട്ടുള്ളതാണല്ലോ ഇതിന് മുന്നേ. കുഞ്ഞനന്തൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞ ഫാസിസ്റ്റ് ബൂർഷ കോടതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ B ജയരാജ്, യുവരാജ് ഗോകുൽ, ശ്രീ N ശ്രീകുമാർ, ശ്രീ CR നീലകണ്ഠൻ. ഇന്നത്തെ പ്രൈം ഡിബേറ്റിൽ ചോദ്യം ഇതായിരുന്നു, ED അന്വേഷണം ക്ലിഫ് ഹൗസിലേക്കോ? അതേ എന്ന് 85% പ്രേക്ഷകർ വിശ്വസിക്കുന്നു, അല്ല എന്ന് 11%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.